ഹലോ വാട്സപ്പ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ 200 NSൽ ഡോമിൻ്റെ ഹെഡ്ലൈറ്റും അതിൻ്റെ മീറ്ററും സെറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സെറ്റിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, കാരണം വയറിങ്ങൊക്കെ കുറച്ച് ടാസ്കൊക്കെ ആയിരുന്നു. കാരണം കിട്ടിയ വയറിങ് അങ്ങനെയായിരുന്നു. അപ്പം ഈ സംഭവം ചെയ്യാനാണെങ്കിൽ നമുക്ക് പിസ്റ്റൺ അഡിക്റ്റിനെ ചെയ്യാനേ ഉള്ളൂ. പിസ്റ്റൺ അഡിക്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പോയി സംഭവം ചോദിച്ച് സെറ്റാക്കാന്നുള്ളൂ. ഏകദേശം 2000 to 3000 സംതിങ് എന്തോ വരും ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യണതിന്. അപ്പോൾ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്തൊരു പയ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സെറ്റിങ് എങ്ങനെയാണ്, ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ NSൽ CD യൂണിറ്റ് ഉണ്ടല്ലോ, CD യൂണിറ്റിൽ നമുക്കൊരു ലൈനുണ്ട്, അതായത് വൈറ്റും റെഡും വരുന്ന ഈ ലൈനുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കേണ്ടത്. കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കണക്ഷൻ പോയിക്കുന്നത് ഇതുവഴിയാണ്. ഇതുവഴി ഇത്രയും ഫുള്ള് വന്നിട്ട് അവിടെ കണക്ട് ചെയ്യും. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിലും പിന്നെ മീറ്ററിലാണ് കണക്ട് ചെയ്യുന്നത്. മീറ്ററിൽ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് RPM കിട്ടത്തുള്ളൂ. പിന്നീട് വരുന്നത് ഹെഡ്ലൈറ്റിലെ ഡിമ്മിനും ഈ ഒരു കണക്ഷൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. ഹെഡ്ലൈറ്റ് കൊണ്ടുള്ള മേജർ അല്ലെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ലൈറ്റ് മേളിലോട്ട് അടിക്കുന്നത് കറക്റ്റ് റോഡ് ഫേസ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലാമ്പ് ചെയ്ത് കുറച്ചും കൂടി താഴോട്ട് സ്ട്രെയിറ്റ് വയ്ക്കണം. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ USD 4K വരുന്നവർ അത് വയ്ക്കാറുണ്ട്. അപ്പം ഇതിൽ നമ്മൾ CD യൂണിറ്റിൻ്റെ ഒരു കണക്ഷൻ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പിസ്റ്റൺ അഡിക്റ്റിൻ്റെ ചോദിക്കാനുള്ളൂ. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാ ഐഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു കിടിലൻ വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.